ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യത്തിന്റെ ആൻസർ അതിനോട് അനുബന്ധമായ കാര്യങ്ങളുമായി ഒരു ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യമാണ്. മോഡേൺ ഇന്ത്യയിലെ ചോദ്യം ഇത് സിവിൽ സർവീസിലും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ചോദ്യമാണ്. അതേസമയം SSC സ്റ്റാഫ് സെലക്ഷൻ ചോദിച്ചിട്ടില്ല. എങ്കിലൊന്നും ഈ ടോപ്പിക്കിൽ നിന്നും SSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ടോപ്പിക്കിൽ നിന്ന് SSCക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ SSCക്ക് ചോദിച്ചില്ല. പക്ഷെ അത് സിവിൽ സർവീസിനും അതോടൊപ്പം നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഫ്രം മോഡേൺ ഇന്ത്യയിൽ നിന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് നോക്കുക. സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം വരുന്നത്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗിവൻ ബിലോ എന്നാണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗിവൻ ബിലോ. താഴെ തന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ള ചോദ്യം. ക്ലിയർ ആയല്ലോ? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് 1916 സെഷൻ ഓഫ് INC വാസ് അറ്റ് ലക്നോ എന്നാണ് പറഞ്ഞത്. 1916 സെഷൻ ഓഫ് INC വാസ് അറ്റ് ലക്നോ എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1916 സമ്മേളനം നടന്നത് ലക്നോയിൽ വെച്ചാണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് നോക്കുക. റീയൂണിയൻ ഓഫ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് വാസ് അറ്റ് 1916 ലക്നോ സെഷൻ ആണ്. റീയൂണിയൻ ഓഫ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് വാസ് അറ്റ് 1916 ലക്നോ സെഷൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം 1916 ലക്നോ സമ്മേളനം എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. രാഷ് ബിഹാരി ഘോഷ് വാസ് ദി പ്രസിഡന്റ് ഓഫ് 1916 സെഷൻ ഓഫ് INC എന്നാണ്. രാഷ് ബിഹാരി ഘോഷ് വാസ് ദി പ്രസിഡന്റ് ഓഫ് INC ഇൻ 1916 സെഷൻ ഓഫ് INC എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1916 ലക്നോ സമ്മേളനം ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു എന്നാണ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് ഫൈൻഡ് ഔട്ട് ആണ്. അപ്പൊ ഓപ്ഷനിൽ അവർ കൊടുക്കുന്നത് 1ഉം 3ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്. അതാണ് 1ഉം 3ഉം ശരിയാണ്, 1 2ഉം ശരിയാണ്, 2 3ഉം ശരിയാണെന്നാണ് ഓപ്ഷൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം പറഞ്ഞു നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1916 സെഷൻ നടന്ന് ലക്നോ വെച്ചാണ്. അപ്പൊ ഓർത്തിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1916 ലക്നോ സെഷൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ലക്നോ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 16ാമത്തെ സെഷൻ നടന്നത്. ഉത്തർപ്രദേശിലെ ലക്നോ വെച്ചാൽ തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത് നോക്കുക. റീയൂണിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, റീയൂണിയൻ ഓഫ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് വാസ് അറ്റ് ലക്നോ സെഷൻ 1960 എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ 1916 ലക്നോ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് എന്നാണ് പറയുന്നത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് 1916 ലക്നോ സമ്മേളനത്തിൽ വെച്ചാണ് എന്നാണ്. ഇത് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. രാഷ് ബിഹാരി ഘോഷ് വാസ് ദി പ്രസിഡന്റ് ഓഫ് INC അറ്റ് 1916 സെഷൻ ഓഫ് എന്ന് പറയുന്നത്. 1916 സെഷൻ, ഈ 1916 ലക്നോ സമ്മേളനത്തിന് അധ്യക്ഷൻ എന്ന് പറയുന്നത് രാഷ് ബിഹാരി ഘോഷ് ആണ് എന്നാണ് പറയുന്നത്. ഓർമ്മിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രാഷ് ബിഹാരി ഘോഷ് വരുന്നത് 1907 സൂററ്റ് സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനത്തിനാണ് ആര് വരുന്നത്? രാഷ് ബിഹാരി ഘോഷ് വരുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ വരുമ്പോൾ 1ഉം 3ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ് ഓപ്ഷൻ. അപ്പൊ അതിൽ ഓർത്ത് യാതൊരു ശരി, 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തൊക്കെ നമുക്കറിയാലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത് 1885 ഡിസംബർ 28 1885. 1885 ഡിസംബർ 28 മുതൽ 30 വരെയുള്ള മീറ്റിംഗില് 28 നമുക്കറിയാം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അവിടെ മുതൽ 1885 മുതൽ 1905 വരെയുള്ള കാലം, 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം നമ്മൾ മിതവാദി കാലഘട്ടം എന്ന് പറയാം. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന ലീഡർ എന്ന് നമുക്കറിയാം. മിതവാദി കാലഘട്ടമാണ് 1885 to 1905 കാലഘട്ടം. അതിനുശേഷം 1905 മുതൽ 1905 നമ്മുടെ ബംഗാൾ വിഭജനം ഉദ്ദേശിക്കുന്നത്. ആ 1905 ബംഗാൾ വിഭജനം മുതൽ 1910
19 വരെയുള്ള കാലഘട്ടം, 1919 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയും? എക്സ്ട്രീമിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്ട്രീമിറ്റി പീരീഡ് തീവ്രവാദി കാലഘട്ടം പറയാം. 19 മുതൽ 47 അല്ലെങ്കിൽ 48 ഗാന്ധി മരിക്കുന്നവര് 47 സ്വാതന്ത്ര്യം കിട്ടുന്നവർ, ഈ കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയും? ഗാന്ധിയൻ കാലഘട്ടം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 പീരീഡുകളാണ്. 1885 ആ രൂപം കൊണ്ട് 1885, 1905 1905 വരെയുള്ള കാലഘട്ടത്തിൽ മിതവാദി കാലഘട്ടം എന്നും, 1905 മുതൽ 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയും? എക്സ്ട്രീമിറ്റി പീരീഡ് എന്ന് പറയും. അതിനുശേഷം 19 ശേഷം 47 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ എന്താ പറയും? ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയും. ക്ലിയർ? അപ്പൊ 1905 ബംഗാൾ വിഭജനം നടന്നത്. ബംഗാൾ വിഭജനം നടന്നപ്പോൾ തന്നെ റിയൽ ഇതിലൊരു ഗ്രൂപ്പ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ 2 ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങി. 2 ഗ്രൂപ്പുകൾ 1905 ബംഗാൾ വിഭജനത്തോട് കൂടി തന്നെ 2 ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങി. അതിനുശേഷം 1907 5 കഴിഞ്ഞ 6 മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു. മുസ്ലിം ലീഗ് ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് ഫോം ചെയ്യണം. 1906 ധാക്കയിൽ വെച്ച് സലീമുള്ള ഖാനും ആഗാ ഖാൻ എന്ന് പറയുന്ന ആൾ കൂടി ഇന്നത്തെ ബംഗ്ലാദേശ് ധാക്കയിൽ വെച്ച് 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത വർഷം 1907 സൂററ്റ് സമ്മേളനം നടക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൂററ്റ് സമ്മേളനം. ആ സൂററ്റ് സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു രാഷ് ബിഹാരി ഘോഷ്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി പൊളിയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായിട്ട് ഔദ്യോഗികമായി പിളരുന്നത് ഈ 1907 സൂററ്റ് സമ്മേളനത്തിലായിരുന്നു. അപ്പൊ ഔദ്യോഗികമായി പിളരുന്നത് 1907 ആണെങ്കിൽ പോലും ആ ഗ്രൂപ്പ് ഓൾറെഡി എവിടെ മുതൽ 1905 വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീവ്രവാദി കാലഘട്ടം നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്, 1905 മുതൽ ആരംഭിക്കുന്നത്. ഇനി 19 വരെയാണ് തീവ്രവാദി കാലഘട്ടം. 1905 മുതൽ 19 വരെ കാലഘട്ടം. 19 മുതലാണ് നമ്മൾ ഗാന്ധിയൻ കാലഘട്ടം 47. അപ്പൊ അവിടെയും നമ്മൾ ഓർത്തിക്കുക, ഗാന്ധി 15 ഇന്ത്യയിൽ വരുന്നു. അത് കഴിഞ്ഞ് 16 ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് 17 ചമ്പാരൻ സത്യാഗ്രഹം, 18 അഹമ്മദാബാദ്, അത് കഴിഞ്ഞാൽ 18 ഖേദ സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ തുടങ്ങുന്നത് 19 മുതലാണ്. അതിന് റീസൺ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചമ്പാരൻ ഖേദയൊക്കെ അദ്ദേഹത്തിന് ലോക്കലൈസ്ഡ് സ്ട്രൈക്കുകളായിരുന്നു. ലോക്കലൈസ്ഡ് വില്ലേജുകളും ഗ്രാമങ്ങളും മാത്രം നടന്നിരുന്ന സമരങ്ങളായിരുന്നു. അതേസമയം ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള ഗാന്ധിയുടെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരം 19 ആരംഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗാന്ധിയൻ കാലഘട്ടം ഈ 15 16 17 ഒന്നും തുടങ്ങാതെ ഗാന്ധിയുടെ സമരം ചമ്പാരനൊക്കെ 17 ഉണ്ടെങ്കിൽ പോലും ഗാന്ധിയൻ കാലഘട്ടം നമുക്ക് 19 തുടങ്ങാനുള്ള കാരണം ഓൾ ഇന്ത്യയിലുള്ള ഗാന്ധിയുടെ സമരം 19 ആയതുകൊണ്ടാണ്. പേരുകൾ അപ്പൊ ഈ INC കാലഘട്ടം എന്ന് പറയുന്നതാണ്. ഇനി അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ പറയാം, നമ്മുടെ പോയിന്റിലേക്ക് വരാം. 16 ലക്നൗ സമ്മേളനം നടക്കുന്നത്. അപ്പൊ 7 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലായിട്ട് പിളർന്നു. പിന്നെ മിതവാദികളില്ല, പിന്നെ തീവ്രവാദികളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 1905 ബംഗാൾ വിഭജനം ഇപ്പൊ അന്നത്തെ ഇന്ത്യയിലെ മുസ്ലിം ലീഡേഴ്സൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തു. എന്താ കാര്യം വെച്ചാൽ, ഇഫ് എനി ടൈം ഇന്ത്യ ഗെറ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് മുസ്ലിം റീജിയൻ ബിക്കം എ മുസ്ലിം സ്റ്റേറ്റ്. അവർ ഉദ്ദേശം എങ്ങനെ, ഇന്ത്യക്ക് ഏതെങ്കിലും കാലഘട്ടത്ത് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ ആ മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശമായിട്ട് എന്ന് പറയും അതൊരു മുസ്ലിം രാഷ്ട്രമായി കിട്ടുമെന്ന ധാരണ അന്നത്തെ മുസ്ലിങ്ങൾ അതിനെ ബംഗാൾ വിഭജനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് 1906 രൂപം കൊള്ളുന്നത് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. അപ്പൊ മുസ്ലിം ലീഗ് രൂപം കൊണ്ടപ്പോൾ തന്നെ അന്നത്തെ ബ്രിട്ടീഷുകാരത്തിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എപ്പോഴും ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം 1905-6 കാലഘട്ടം മുസ്ലിം ലീഗ് എപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിൽക്കാനുള്ള താല്പര്യം. കാരണം അന്ന് ഇന്ത്യ ഭിന്നിപ്പിച്ച് ഭരിക്കാവുന്ന ചിന്താഗതി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അവർക്ക് മറ്റൊരു ബംഗാൾ പൊളിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് രാഷ്ട്രമായി കിട്ടുന്നുള്ള ധാരണയിൽ അവർ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുകയാണ് ചെയ്തതും കൂടി ഓർത്തുവയ്ക്കുക ഈ ഒരു സിറ്റുവേഷൻ. അതിനുശേഷം 1916 നമ്മൾ ഈ ലക്നൗ സമ്മേളനം നടന്നു. അപ്പൊ ഈ 1914 ലക്നൗ സമ്മേളനം ഓർത്തിക്കുക. അന്നത്തെ INC പ്രസിഡന്റ് പറഞ്ഞത് രാഷ് ബിഹാരി ഘോഷ് അല്ല, അന്നത്തെ INC പ്രസിഡന്റ് അംബിക ചരൺ മജുംദാർ എന്ന് പറയാം. അംബിക ചരൺ മജുംദാർ അല്ലെങ്കിൽ AC മജുംദാർ എന്നാണ് ഷോർട്ട്ലി പറയുക. AC പോർക്ക രാഷ് ബിഹാരി ഘോഷ് അല്ല, AC മജുംദാർ അല്ലെങ്കിൽ അംബിക ചരൺ മജുംദാർ. ഇതാണ് അന്നത്തെ INC പ്രസിഡന്റ്. അപ്പൊ ഈ ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഈ 1916 ലക്നൗ സെഷൻ സംയുക്ത സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സംയുക്ത സമ്മേളനം 1914 ലക്നൗ സെഷൻ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇതായിരുന്നു. ഒന്ന്, റീയൂണിയൻ ഓഫ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. ഈ 14 സെഷനില് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു എന്നർത്ഥം. പൊളിഞ്ഞുപോയ 2 വിഭാഗങ്ങൾ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു എന്നാണ്. രണ്ടാമത്തെ ലക്നോ പാക്റ്റിൽ വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് അഗ്രി ടു കോപ്പറേറ്റ് എന്നാണ്. ഈ മുസ്ലിം ലീഗ് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിരുന്നു. പക്ഷെ 1911 ആയപ്പോ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത് 2 ബംഗാളിനെ ഒന്നാക്കി. അതോടുകൂടി മുസ്ലിം ലീഗിന്റെ അവരുടെ ആ ഒരു ഉള്ളിലുണ്ടായിരുന്ന മുസ്ലിം ലീഡേഴ്സിന്റെ ആ ചിന്ത മാറി. ദാറ്റ് മീൻസ്
ആ ബംഗാൾ പൊളിച്ച് ഈസ്റ്റ് ബംഗാൾ, ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അത് രാഷ്ട്രമാകുമെന്ന്, അത് പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രമായി അവർക്ക് വേറെ കിട്ടുമെന്നൊരു ആഗ്രഹം, അത് 11 പൊളിഞ്ഞു. ആ ചിന്ത 11 ആ ഒരു സ്വപ്നം 11 കെട്ടടഞ്ഞു. കാരണം ആ ബംഗാൾ വിഭജനം രണ്ട് ബംഗാളിൽ വീണ്ടും ഒന്നിപ്പിച്ചു. ലോർഡ് ഹാർഡിൻസ് രണ്ട് ബംഗാളെ ഒന്നിപ്പിച്ചു. അതോടുകൂടി മുസ്ലിം ലീഗിന്റെ ആ ഒരു ചിന്ത പോലെ, അതോടുകൂടി മുസ്ലിം ലീഗ് പറഞ്ഞു ഈ ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞ വാക്കിന് സ്ഥിരതയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അഗ്രീഡ് വിത്ത് കോപ്പറേറ്റ് വിത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ ഈ 16 മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് ഈ ലഗ്നോ പാക്ട്. അപ്പൊ ലഗ്നോ പാക്ട് റിയലി ആർക്ക് തമ്മിലായിരുന്നു? മോഡറേറ്റുകളും മിതവാദികളും തീവ്രവാദികളും എക്സ്ട്രീമിറ്റുകളും മോഡറേറ്റുകളും ഒന്നിച്ചു എങ്കിൽ പോലും ലഗ്നോ പാക്ട് റിയലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗാണ്. ഈ പാക്ടിൽ ഒപ്പുവയ്ക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ബാലഗംഗാധര തിലകനും അതേസമയം മുസ്ലിം ലീഗിന് വേണ്ടി മുഹമ്മദ് അലി ജിന്നയുമായിരുന്നു ഒപ്പിച്ചത്. ഡിസംബർ 29 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിങ്ങനെ ഡിസംബർ 31 മുസ്ലിം ലീഗും ഈ സംയുക്ത സമ്മേളനത്തിൽ ഒപ്പുവയ്ക്കുന്നു. അപ്പൊ ഡിസംബർ 29 ആര് ഒപ്പുവെച്ചു? ലഗ്നോ പാക്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പുവെച്ചു. ഡിസംബർ 31 മുസ്ലിം ലീഗും ഒപ്പുവെച്ചു. ഇതാണ് ഈ ലഗ്നോ പാക്ട്. അപ്പൊ ഈ ലഗ്നോ പാക്ട് റിയലി മുസ്ലിം ലീഗ് അഗ്രീഡ് ടു കോപ്പറേറ്റ് വിത്ത് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആരും തയ്യാറായി? മുസ്ലിം ലീഗ് തയ്യാറായി. അതോടുകൂടി ഓൾ ഇന്ത്യയിലെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒറ്റക്കെട്ടായിരുന്നു. ഇനി അതിനോടൊപ്പം ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് എ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് നെഹ്റു ആൻഡ് ഗാന്ധിജി ഫേസ് ടു ഫേസ് എന്നത്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഗാന്ധിജി ആൻഡ് നെഹ്റു ഫേസ് ടു ഫേസ്. ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടുന്നതാണ്, നേരിട്ട് മുഖാമുഖം കണ്ടുമുട്ടുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണത് ഈ ലഗ്നോ പാക്ട് എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം തന്നെ 1914 മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നത്, അതാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. ആരെങ്കിലും ബാലഗംഗാധര തിലകനും നമ്മൾ ആനി ബെസന്റും കൂടി ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. അതും 1914. അപ്പൊ സെൻട്രൽ ഇന്ത്യയില് ബാലഗംഗാധര തിലകനും സൗത്ത് ഇന്ത്യയിലായാലും ആനി ബെസന്റുമാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഈ ഒരു സമ്മേളനത്തിന്റെ ഈ 1916 ലഗ്നോ പാക്ടിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്ന ഒരു സവിശേഷം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി വണ്ടർഫുൾ ടേണിംഗ് പോയിന്റ് ഓഫ് നാഷണൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വണ്ടർഫുൾ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രണ്ട് വിഭാഗം, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ മുഴുവൻ INC ലീഗിൽ വന്നു. രണ്ടാമത് മുസ്ലിം ലീഗ് ഇതിൽ നിന്ന് വിട്ടുമാറി മുസ്ലിം ലീഗും ആരുടെ കൂടെ വന്നു? INCയുടെ കൂടെ വന്നു. അപ്പോൾ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകടനം. ഇനി അപ്പുറം ഇപ്പുറം മാറി വരുന്ന നമ്മുടെ കുറച്ചാളുകൾ, ഒന്നിലും ചേരാതെ നിൽക്കുന്ന കുറച്ചാളുകൾ ഹോം റൂൾ ലീഗ് എന്നൊരു സംഘടനയിലേക്ക് തിലകനും ആനി ബെസന്റും ആ കുറച്ചാളുകളെ ഏതിലേക്ക് കൊണ്ടു? ഹോം റൂൾ ലീഗ്. ആ ഹോം റൂൾ ലീഗ് ഏതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്? INCയുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഓൾ ഇന്ത്യ മുഴുവൻ ഈ തീവ്രവാദികൾ ചെയ്തു. ഓൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു കുടക്കീഴിൽ എല്ലാ ഇന്ത്യക്കാരെയും ഈ INCയുടെ കൂടെ കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? തീവ്രവാദികൾക്ക് കഴിഞ്ഞു. അതാണ് ഈ 1916 ലഗ്നോ പാക്ടിന്റെ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം പ്രിപ്പയർ ഫോർ ഗാന്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ഫെർട്ടൈൽ ലാൻഡ് പ്രിപ്പയർ ഫോർ ഗാന്ധി. അപ്പൊ ഇങ്ങനെ നല്ല ഇന്ത്യക്കാരെ മുഴുവൻ, മിതവാദികളായാലും തീവ്രവാദികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ഇവരെല്ലാം ഒറ്റക്കെട്ടാക്കി INCയുടെ കീഴിൽ ഒരുമിച്ച് നിർത്താനുള്ള കഴിവ് ആർക്ക് കഴിഞ്ഞു? ഈ തീവ്രവാദികൾക്ക് 1916 ലഗ്നോ പാക്ട് കഴിഞ്ഞു. ഇതേ സമയം തന്നെ ഈ 16 കഴിഞ്ഞ 17, 18, 19 3 വർഷമേ ഉള്ളൂ. ഗാന്ധിക്ക് വളരെ എളുപ്പമായിരുന്നു. കാരണം ഗാന്ധിജിക്ക് വേണ്ട ഒരു ഫെർട്ടൈൽ ലാൻഡ് ഇവിടെ ഒരുക്കിയെടുത്തു തീവ്രവാദികൾ. ഗാന്ധിക്ക് വരിക, അതിന് ലീഡർഷിപ്പ് ഏറ്റെടുക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണി. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു കൂടി ഓർത്തിരിക്കാം. ഇതാണ് നമ്മുടെ ലഗ്നോ പാക്ട് പ്രത്യേകത കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ലഗ്നോ പാക്ട് എന്താണ് എന്നുള്ള കാര്യമാണ് പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 98468093 നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. എല്ലാവർക്കും ബൈ.